ഇവിടെ നിന്ന് കയറി പോകണം. സൂം ചെയ്യാൻ കറക്റ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മൾ കറക്റ്റ് ടെമ്പിളിൻ്റെ ഏറ്റവും മേളിൽ നിൽക്കുകയാണ്. Oh my God. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തെങ്കാശിയിലെ തിരുമലൈ കോവിൽ, മുരുകൻ്റെ ടെമ്പിൾസാണ്. അപ്പോൾ ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുമ്പം അവിടുത്തെ സ്റ്റെപ്പാണ് കേട്ടോ. മാക്സിമം ഒരു 500 ഉണ്ടാകുന്നുണ്ട് സ്റ്റെപ്പ്. ഉണ്ടാക്കിയപ്പോൾ കയറി പോകുന്നേ ഉള്ളു. വ്യൂ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കയറി പോകണം. ഇവിടെ നിന്നൊരു വ്യൂ കാണുവാണെങ്കിൽ ആണ്ടെ. ഗൈസ്, അപ്പോൾ അതുപോലെ നമ്മൾ കൊല്ലത്ത് നിന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയ സമയം മുതൽ മഴയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പകുതിയായപ്പം കുറച്ചും കൂടി ഉറച്ച്. അപ്പോൾ നമ്മൾ കറക്റ്റ് തെങ്കാശി വന്നപ്പോൾ തെങ്കാശി കയറിയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരു മഴയും ഇല്ല, ഫ്രീ നോർമൽ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കറങ്ങി ആ താഴെ കൂടെ ഇങ്ങനെ വണ്ടി കറക്റ്റ് നമ്മൾ സ്റ്റെപ്പ് 250 കയറിയിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ ബാക്കി മേളിൽ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ അമ്പലത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളാം, മിസ് ചെയ്ത്. മൊത്തം വയല. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ഡാം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. സൂം ചെയ്യാൻ കറക്റ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മൾ കറക്റ്റ് ടെമ്പിളിൻ്റെ ഏറ്റവും മേളിൽ നിൽക്കുകയാണ്. അതേപോലെ എൻ്റെ തൊണ്ട കുറച്ച് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോണേ. വെളി കയറി വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷോപ്പുണ്ട് കേട്ടോ. അമ്പലം തുറക്കുന്നത് 4:30 കഴിഞ്ഞിട്ടേ തുറക്കത്തുള്ളൂ. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുക. അതേപോലെ നല്ല തിരക്കുണ്ട്. ഇവിടെ തമിഴ്നാട്ടിലെ ചായ കൊണ്ട് നല്ല മധുരമുണ്ട്. നല്ല മധുരം കാണിക്കാം. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞതാണ് ലൈറ്റ്, അതായത് മധുരം കുറച്ച് മതി എന്നുള്ളതിൽ വലിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നു കേട്ടോ. അതേപോലെ ഈ തിരുമലയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്.
അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് അത്രയും സ്റ്റെപ്പ് കയറി വരേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് മെയിൻ എൻട്രി വരുന്നത്. ഈ മെയിൻ എൻട്രിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. ജസ്റ്റ് ഒരു 20 സ്റ്റെപ്പ് മാത്രമേ ചെയ്തു, അതുപോലും കയറണ്ട. മാക്സിമം ഒരു 20 സ്റ്റെപ്പ് കൂട്ടിക്കോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതായത് കറക്റ്റ് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ അതിൻ്റെ തൊട്ട് ഒരു സെക്ഷൻ ഉണ്ട്. നമ്മളെ അത് അവിടെ ഒരു കൗണ്ടറുണ്ട്. അവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ ഒന്ന് വണ്ടി പാർക്കുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഏറ്റവും എളുപ്പം ഇതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പ് കയറണ്ട എന്നുള്ളവരാണെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം കയറണം എന്നുള്ളവർ നിങ്ങളിപ്പോൾ ഈ 500 സ്റ്റെപ്പ് കയറി നിങ്ങൾക്ക് മേളിൽ ചെന്ന് കഴിഞ്ഞാലും അതിനുള്ള ഷോപ്പ് അവിടെ ഉണ്ട്, മേളിയുണ്ട്. വെള്ളം അതുപോലെ ചായ കാര്യങ്ങളെല്ലാം മേളിയുണ്ട്. അതോടൊപ്പം നിങ്ങളിപ്പം ഈ ഒരു മുരുകൻ്റെ അമ്പലത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില്ലറ കരുതി വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കയറണം എന്നുണ്ടെങ്കിൽ ടോക്കൺ 20 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് അതിനുള്ള ചാർജ് ഉണ്ട്. കുറച്ചുകൂടി ഫ്രണ്ടിൽ കയറണമെങ്കിൽ ചാർജ് വരും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചാർജ് കൊടുത്താണ് കയറിയത്. അപ്പോൾ കണ്ട് എന്തൊക്കെയാലും വന്നായില്ല, വെറുതെ ആയില്ല. ഞങ്ങളങ്ങനെ മുരുകനെയും കണ്ട് നമ്മളിത് ഇറങ്ങുകയാണ്. അപ്പം വരുന്നതിൻ്റെ ശ്രദ്ധയ്ക്ക് ക്യാഷ് കുറച്ച് കൈ കരുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. നമ്മളിപ്പോൾ ഒരു കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ മുരുകൻ്റെ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നില്ല നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊട്ടാരക്കരയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല മഴ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ് കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ മഴയായിരുന്നു. ഇപ്പോൾ എൻ്റെ തൊണ്ട ഓൾമോസ്റ്റ് അടഞ്ഞിരിക്കുക. അതുപോലെ ഞാൻ കാണിച്ചു, എൻ്റെ കാല് കിടന്ന് വിറയ്ക്കുന്നുണ്ട് ഈ ഇറങ്ങിയ സമയത്ത്. ഓക്കെ, ബൈ.